അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് ക്ലാസ് റിയാദുസ് സാലിഹീൻ എന്ന ആ കിതാബിന്റെ 44-ാമത്തെ ബാബ്. ഞങ്ങളുടെ വിഷയം മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ വലിയ ആൾക്കാർ, ആലിമീങ്ങൾ, സ്ഥാനമുള്ള ആൾക്കാർ അങ്ങനെ ആദരിക്കുകയും അങ്ങനെ മുന്തിക്കുകയും വേണം. അതുപോലെ അങ്ങനെ ഇക്കടെ പ്ലേസ് അത് മറ്റുള്ള അങ്ങനെ കാലത്തിൽ ഉയരത്തിലിക്കറ്, അതുപോലെ അങ്ങനെ മർത്തബ അങ്ങനെ സ്ഥാനം അത് വെളിവാക്കണം എന്നതൊക്കെ വിവരിക്കടെ ഭാഗം. പക്ഷെ അതിൽ ഒരു ഹദീസ് ഞങ്ങൾ വിശദീകരിച്ച രണ്ടാമത്തെ ഹദീസ് നമ്പർ 349. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ സഫ് കെട്ടുന്നൊരു വിഷയമായിട്ട് പഠിപ്പാട്ടില്ല. നാളെ ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കറോ, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കറോ. അപ്പൊ ഈ ഹദീസിൽ ചൊല്ലത് നിസ്കാരത്തിൽ സഫ് കിട്ടുമ്പോൾ നബി തങ്ങൾ പഠിപ്പാട്ടേ നന്റെ പർവ്വത്തിലായി പ്രായപൂർത്തിയും വലിയ ബുദ്ധിയുള്ള ആൾക്കാരായിട്ട് നന്റെ പിന്നിലായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള ചെറിയ ആൾമാരൊക്കെ പിന്നിലായിട്ട് വരണം. എന്തുവന്നെങ്കിൽ നിസ്കാരത്തെ മസാലകൾ ഈ വലിയ അങ്ങ് പഠിച്ചിട്ടിക്കിടാറ് അതിൽ നോക്കി പിന്നത്തെ അങ്ങ് പഠിക്കണം. എന്തെങ്കിലും നിസ്കാരത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിൽ ഓർമ്മപ്പെടുത്തവും അറിവുള്ള ആൾക്കാരായിട്ട് നേരെ പിന്നിൽ നിൽക്കേണ്ടത്. അപ്പൊ വലിയ ആൾമാർ, നിസ്കാരം സംബന്ധിച്ച അറിവുള്ള ഇൽമുള്ള ആൾക്കാർ അങ്ങൊക്കെ മുമ്പിൽ നിൽക്കുകയും ബാക്കിയുള്ള ആൾമാർ പിന്നിൽ നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടുള്ളത്. അങ്ങനെ ആയിട്ട് സഫ് കെട്ടേണ്ടത് എന്ന്. അപ്പൊ അതൊക്കെ എന്താക്കണം, അതൊക്കെ മുന്നൽ നിണ്ടങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിറവാക്കുകയില്ലേ. ഒരു 10 വർഷം 15 വർഷം ആയാലും മക്ക നിണ്ടിട്ടിന്നെങ്ക അങ്ങനെ പറ നീക്കുകയോ പിറവ് കടത്തോല്ല അധികാരം ഞങ്ങൾക്കില്ല. അതൊക്കെ ഞങ്ങൾ മുന്നൽ വന്ന് നിൽക്കണം. ഞങ്ങൾ മുന്നൽ നിൽക്കേണ്ടെങ്കിൽ ആയിട്ടില്ല. അല്ലാണ്ട് ഞങ്ങൾ എന്താക്കത്തീരാ നീ മുന്നൽ പോ ചെന്നിട്ട് അങ്ങനെ നിങ്ങൾ എന്താക്കത്തീരാ നിസ്കാരത്തെ സഫ്ഡോടെ അങ്ങനെ ആക്കുക തീരാൻ. അപ്പൊ നിങ്ങളിടയിൽ ശത്രുതയുണ്ടാവുള്ളൂ, നിങ്ങളിടയിൽ ഭിന്നിപ്പിക്കല് ഐക്യമിക്കില്ല, നിങ്ങളെ ചതിയും അസതും ഗലാട്ടയും ഉണ്ടാവുള്ളൂ. എന്തേ നീ മുന്നോൾ പോ, നീ അവിടെ നില്ല, നീ ഈ വലിയ ചെറിയങ്ങളെ മുന്നോൾ കടത്തുമ്പോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ സഫ് കിട്ടുമ്പോൾ തന്നെ തർക്കിക്കല്, നീ പോ, നീ എതിർപ്പോ, നീ അത് വർത്തിയാക്കി എന്നുള്ള ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താവുള്ളൂ, നിങ്ങളിടയിൽ ഐക്യം തകർട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അതിപ്പോ നിസ്കാരം ചൊല്ലത് ഒരു റായത്തെ ഒരു ശക്തി എത്തിക്കുന്നത്. ആ റായത്തുള്ള ഇമാം ജമാഅത്ത് എന്നുള്ളത്. ആ ജമാഅത്ത് സഫ് കെട്ടേണ്ടത് എങ്ങനെ അതായിട്ട് ഈ ഹദീസിൽ പഠിപ്പാട്ട്. അപ്പൊ അത് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് നേരെ ഇമാമുടെ പർവ്വത്തെ ഒരു ഇമാം നിൽക്കുക അർഹതയുള്ള ആലിമ്യങ്ങൾ ഉണ്ടെങ്കിൽ നേരെ ഇമാമുടെ പർവ്വത്തെ തന്നെ നിപ്പാട്ടണം. എന്ത് കേട്ടെങ്കിൽ ഇമാമിന് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിൽ ഓർമ്മപ്പെടുത്തുക എന്നാണ്. ഈ ഇമാമിന് എന്തെങ്കിലും നിസ്കാര ബാത്തിലെങ്കിൽ ആ നിസ്കാരത്തെ ഭർത്തിയാക്കുക എന്ന് തിരിയണം. അങ്ങനത്തെ ആൾമാരായിട്ട് നേരെ പിന്നിൽ ഇമാമിന്റെ പർവ്വത്തിലായിട്ടൊക്കെ നിൽക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസ് ആയിട്ട് നമുക്ക് ആ ഹദീസ് വായിച്ചു നോക്കാം. വഅൻഹു ഖാല, അതാ ആരെ തൊട്ടായിട്ട് ഹദീസ് അബൂ മസ്ഊദ് ഉഖബത്ത് ഇബ്നു അംറുൽ ബദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബനാ ഫിസ്സലാ. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാകിബ് ഞങ്ങൾ ഈ കുഞ്ചുകളിൽ തടവിയോണ്ടിരുന്നു സഫ് ലെവലാക്കും. വയക്കൂൽ എന്നിട്ട് ചൊല്ലതാ ഇസ്തവു സമായിനി കുറച്ച് എതിർ പിറവാവുക തീരാ. ഇപ്പൊ കുഞ്ചി തടവുക തന്നെ എന്തൊക്കെ പുറത്തെ എതിർ പുറത്തെ പിറവ് ഇങ്ങനെ സഫിലാത്തീര ലെവലിൽ നിക്കോബേനായിട്ട് ഈ കുഞ്ചിലിങ്ങനെ അതാ ഉദ്ദക്കുറുതുന്നോണ്ട് സമാക്കുമല്ല, ഈ ലെവല് സഫിടെ ലൈന് സമാക്കുവേനായി ഇങ്ങനെ തടവിയോണ്ട് എന്ന് ഞങ്ങളെ കുഞ്ചുകൾ ഇങ്ങനെ എന്താ എതിർ പിറവാവണ്ട ഒരേപോലെ നിൽക്കൂ. അതാ വയക്കൂൽ എന്ന് ചൊല്ലിട്ട് നബി തങ്ങൾ ഇസ്തവു സമായി നിൽക്കൂ വലാ തഖ്തലിഫു, നീ അഭിപ്രായ വ്യത്യാസമാവണ്ട. അതായത് മുന്നൽ പിറവാവുക തീരാ. പിന്നെ നീ എതിർ നിൽക്കിട്ട് മുമ്പ് വിടി നടക്കുക തീരാ. തഖ്തലിഫ ഖുലൂബുക്കും, അതാ നിങ്ങൾ സരികെട്ട് സപ്പ് നിണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കൽബ് ഇഖ്തിലാഫാവും. കൽബ് ഇഖ്തിലാഫാവുന്ന നിങ്ങളെ റായത്തെ ആൾമാരുടെ കൽബ് ഒരുപോലെക്കില്ല, വ്യത്യാസിക്കരുത്. അവൻ്റെ കണ്ടെ അവന് കാവില്ല, അവൻ്റെ കണ്ടെ ഊണ് കാവില്ല. അവ എന്താവും ചതിയും അസതും പകയും ഉണ്ടാവും. കാരണം ലിയനിയനി മിൻകും ഉലുൽ അഹ്ലാം. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലിയ നന്റെ മുട്ടായിട്ട് നിക്കട്ട്
ഉലുൽ അഹ്ലാം പ്രായപൂർത്തിയായ ആൾക്കാർ, വന്നുഹ ബുദ്ധിയുള്ളവ. അങ്ങായിട്ടിക്ക് എൻ്റെ പിന്നിൽ നിൽക്കേണ്ടത്, അടുത്ത് നിൽക്കേണ്ടത്. തുമ്മല്ലതീനയാലും പിന്നെ അങ്ങനെ പറവത്ത് അങ്ങനെ ആ സ്ഥാനത്തോട് ഒത്ത് ആരോ അങ്ങനെ പിന്നത്തെ അവിടെ തുമ്മല്ലതീനയാലും പിന്നെ അങ്ങലോട് അടുത്ത ആൾമാർ. അപ്പോൾ പക്വത്തെയും പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആൾക്കാരായിട്ട് എതിരിൽ നിൽക്കേണ്ടത്. പിന്നെ അതിൽ പിന്നെത്തങ്ങ അതിൽ പറവത്ത് ഇങ്ങനെയായിട്ട് സഫ് കെട്ടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടു. റവാഹു മുസ്ലിം. കൗലുഹു അത സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൗല് ലി യലിയനീൻ്റെ ഹദീസ് ചൊന്നല്ലേ, നന്റെ മുട്ടായിട്ട് നിക്കട്ട് എന്ന് മുന്നൽ വന്നിട്ട് ബി തഖ്ഫീഫി നൂനി വലൈസ ഖബ്ല യാഉ ലി യലിയനി എന്ന് അങ്ങനായിട്ട് ഇവിടെ ഉള്ളത്. വറുവ ബി തസ്ദീദി നൂനി മാ യാഇൻ ഖബ്ലഹ ലി യലിയന്നീട്ടുണ്ട്, ലി യലിയന്നീട്ട് ശ്രദ്ധയോട് കൂടി തൈക്കീത് കൊടുത്തിട്ട്. അപ്പൊ ആ പലക്കത്തൊന്നും കൂടി ഊക്ക് ജാസ്തിയുണ്ട്. നന്റെ മുട്ടായിട്ട് പലക്കത്തിൽ ശക്തി കൂടുതൽ കൊടുത്തിട്ടാ ചൊല്ല. അർത്ഥം അത് തന്നെ, നന്റെ മുട്ടായിട്ട് അതായത് നന്റെ നേരെ പിന്നത്തെ സഫുലായിട്ട് നിൽക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാരാണ്. നുഹാൻ ചെന്ന് കൂടുതൽ ബുദ്ധിയുള്ള അങ്ങനെ. ഉലുൽ അഹ്ലാം ഹദീസിൽ ഉലുൽ അഹ്ലാം ചെന്ന് ഉമ്മുൽ ബാലിഗൂൻ പ്രായപൂർത്തിയായ ആൾക്കാർ. വക്കീല ഒരഭിപ്രായം അഹ്ലുൽ ഇൽമി വൽ ഫളൽ സമാധാനവും ശ്രേഷ്ഠതയുള്ള ആൾക്കാർ. അങ്ങനെ എൻ്റെ പിന്നിലായിട്ട് നിൽക്കേണ്ടത്. അപ്പൊ സഫിൽ എതിർത്ത സഫിൽ ആറ് നിൽക്കണം. അപ്പൊ അതുക്കുള്ള ആൾമാർ അങ്ങ് മുന്നിൽ വന്ന് നിൽക്കണം, ബാക്കിയുള്ള മനസ്സിലാക്കിയൊള്ളാം. അപ്പൊ പിന്നത്തെ ആൾമാർ ഇങ്ങനെ പിറവത്തിലായിട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഇങ്ങളിൽ നിന്നും നിസ്കാരത്തെ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കി ഇങ്ങനെ പിന്തുടർന്നങ്ങ് ജീവിക്കണം. ഇങ്ങനെയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാക്കിയത്. അപ്പൊ സഫ് കിട്ടുമ്പോൾ അങ്ങ് ഒരായത്തങ്ങ് എങ്ങനെ വേണം എന്ന് ഈ ഹദീസിൽ നിന്ന് അതിലൊരു അദബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാറ്റിയത്. പല നിസ്കാരത്തിൽ പല പക്കാരിലൊക്കെ കാണുന്നതാണ്. ബാക്കി ഞങ്ങൾ പിടിച്ച് എതിർ നിന്നിട്ട് സഫ് വൃത്തിയാക്കല് അത് ചീര. പിന്നെ സഫ് ഇപ്പൊ സാധാരണ ഞങ്ങളെ പടല്ല ഈ ലെവലുള്ളത് കൊണ്ടിട്ട് അതൊക്കെ കാല് ശരിയായിട്ട് എല്ലാവരും വെക്കിടാറ്. അങ്ങനെ വെക്കണം, എതിർപ്പിറവാവുക തീര എന്നുള്ളത്. എതിർപ്പിറവാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിൽ ഐക്യം നഷ്ടപ്പെട്ടു എന്നും ഈ ഹദീസിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാറ്റി. സെയിം ഇതേപോലെ തന്നെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് നമ്പർ 350. വൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാം വന്നുഹ നന്റെ പിന്നിലായി പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എന്തായിട്ട് അടുത്തായിട്ട് നിൽക്കട്ടെ. സുമ്മല്ലദീനാണ് പിന്നെ അങ്ങനെ പർവ്വത്തിലുള്ള ആൾക്കാർ, അങ്ങനെ ആ ദറജത്തോട്ടുള്ള പിന്നത്തെ ടീം. അങ്ങനെ സലാത്തൻ 3 വട്ടം ചെന്ന് സുമ്മല്ലദീന പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആൾക്കാർ മുന്നിൽ, പിന്നെ അങ്ങനെ പിന്തുടർന്നിട്ട് അങ്ങനെ പിന്നത്തെ ലെവലിൽ നിൽക്കുക, പിന്നെ അങ്ങനെ പിന്നത്തെ ലെവലിൽ നിൽക്കുക. ഈ രീതിയിൽ വയ്യാക്കും ഐഷാത്തിൽ അസ്വാഖ് നിങ്ങൾ ഐഷാത്തുൽ അസ്വാഖിനെ അങ്ങാടിയിലുള്ള കോലാഹലങ്ങൾ, അങ്ങാടിയിൽ അഞ്ഞ് ബൊബിട്ടിട്ടും പലക്കറിഞ്ഞിട്ടും ഇങ്ങനെയല്ല ഇക്കടെ സന്തലെല്ലാം മാർക്കറ്റിലെല്ലാം പലക്കറിഞ്ഞിട്ടും ബൊബിട്ടിട്ടും ജോറ് പിടിച്ചിട്ടൊന്നിട്ടും ഇതൊന്നും തീരാ അതെല്ലാം സൂക്ഷിച്ചുള്ളവരോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് ചെന്നിട്ട് ഇങ്ങനെ ഊന്തല്. ഈ തർക്കങ്ങളൊക്കെ ഇതിലുള്ളതിൽ പാടുള്ളതല്ല. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി നിസ്കാരത്ത് സഫ് കിട്ടുമ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ചെയ്തോളണം. അതിലൊരു അദബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പായിട്ട്. നിങ്ങൾ നോക്കൊരു ഇസ്ലാമിയുടെ ഒരു ചന്ത നോക്കുക അല്ലെ, ഒരു പള്ളിയുടെ ഒരു സഫ് കിട്ടുമ്പോൾ എങ്ങനെയായിട്ട് ആ സഫ് വേണ്ടത്, ആൾമാർ ഈ രീതിയിലാണ് നിൽക്കേണ്ടത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിച്ചു. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നാല് വിജയികളിൽ പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി ശ്രേഷ്ഠമുള്ള ആൾക്കാരും വലിയവരെ മുന്തിക്കണമെന്ന് സംബന്ധിച്ചുള്ള ഈ ബാബിലുള്ള ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് കാതു കൊടുക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.